നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും അവരുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയാണെന്നറിയുവാൻ ജാതകം പരിശോധിച്ച് പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളും നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതിരിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. ദോഷപരിഹാരത്തിനായി അത്ഭുത ഫലപ്രാപ്തിയെ തരുന്ന യന്ത്രങ്ങളും തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. ധനത്തിനായി ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യവശത്തിനായി ബാണേശി യന്ത്രവും, സർവ ഐശ്വര്യത്തിനും ദോഷശാന്തിക്കുമായി മഹാസുദർശന യന്ത്രവും, ശത്രുദോഷത്തിന് ബഗിളാമുഖിയും, സർവജനവശ്യത്തിനായി അശ്വാരൂഢവും, നവഗ്രഹ ദോഷങ്ങൾക്ക് നവഗ്രഹ യന്ത്രവും തുടങ്ങി ഒരു മനുഷ്യ ജീവിതത്തിലെ സർവകാര്യ വിജയത്തിനായുള്ള സമസ്ത യന്ത്രങ്ങളും ഇവിടെ തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 വളരെ സമൃദ്ധമായിരിക്കുന്ന അനുഗ്രഹദായകമായിരിക്കുന്ന വൃദ്ധി യോഗം എത്തിച്ചേരുകയാണ്. 112 വർഷങ്ങൾക്ക് ശേഷമാണ് വൃദ്ധി യോഗം വളരെ സൗഭാഗ്യദായകമായ അനുഗ്രഹവുമായി എത്തിയിട്ടുള്ളത്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം വൃദ്ധി യോഗം എന്നത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അഭിവൃദ്ധിയും വളർച്ചയും നൽകുന്നൊരു ശുഭയോഗമാണ്. വൃദ്ധിയോഗ കാലത്ത് ചെയ്യുന്ന കാര്യങ്ങൾ ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും. 1 വർഷമോ 2 വർഷമോ എന്ന് അളവ് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അനുഗ്രഹമാണ് വൃദ്ധിയോഗത്തിൽ നിന്ന് ലഭിക്കുന്നത്. 112 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും അനുഗ്രഹ സാധ്യതയോടെ വൃദ്ധിയോഗം വന്നു ചേരുന്നത്. മറ്റേത് വന്ന് ഉടൻ തന്നെ പോവുകയാണ്. 10-15 ദിവസം നിന്നിട്ട് വൃദ്ധിയോഗം മാറുന്നതാണ് കാണാറുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വിശദമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സമയം പറയാൻ കഴിയാത്തത്ര ദീർഘമായിരിക്കുന്ന കാലത്തിൽ ഗുണം നൽകുന്ന സമൃദ്ധമായ യോഗമാണ് വൃദ്ധിയോഗം. ഏപ്രിൽ 25 ആരംഭിക്കുന്ന ഈ യോഗം പ്രധാനമായും ചില നക്ഷത്രക്കാർക്ക് വലിയ തോതിലുള്ള ഗുണമാകുന്ന ഫലങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. സമൃദ്ധിയും സമ്പത്തും കർമ്മ വ്യവസ്ഥകളിലുള്ള വളരെ ഫലദായകത്വവുമൊക്കെ വൃദ്ധിയോഗത്തിലൂടെ ലഭിക്കുമെന്നുള്ളതാണ്. ആദ്യത്തേത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് വൃദ്ധിയോഗം ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറന്നിടുകയാണ്. സാമ്പത്തികമായ നേട്ടം എടുത്തു പറയേണ്ടുന്നതാണ്. തടസ്സപ്പെട്ടു കിടക്കുന്ന ധനം കൈവശം വന്നു ചേരും. പുതിയ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ദീർഘനാളായി ആഗ്രഹിച്ചിരുന്ന ഒരു വസ്തുവോ അല്ലെങ്കിൽ വാഹനമോ ഒക്കെ വാങ്ങാൻ സാധിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സ്ഥാനം വന്നു ചേരുന്നു. അതുപോലെ തന്നെ തടസ്സപ്പെട്ടു കിടന്നിരുന്ന പല വ്യവസ്ഥകളും കർമ്മ മേഖലയിൽ നിന്ന് അകന്നു പോകുന്നതും കാണുവാൻ കഴിയും. തീർച്ചയായിട്ടും രോഹിണി നക്ഷത്രക്കാർക്ക് വൃദ്ധിയോഗം വളരെ വലിയ അനുഗ്രഹമാണ് നൽകുന്നത്. അടുത്തതായിട്ട് ഉത്രം നക്ഷത്രമാണ്. സൂര്യൻ്റെ നക്ഷത്രമായ ഉത്രക്കാർക്ക് ഈ യോഗം, അതായത് വൃദ്ധിയോഗം, ആത്മവിശ്വാസവും പ്രശസ്തിയും നൽകുമെന്നുള്ളതാണ്. സമൂഹത്തിലും ജോലി സ്ഥലത്തും വലിയ അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തുമെന്നുള്ളതാണ്. നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടാൻ ഉത്രം നക്ഷത്രക്കാർക്ക് ഭാഗ്യം വന്നു ചേരുന്നു. വൃദ്ധിയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കലാ, കായിക, സാമൂഹിക, സാമ്പത്തിക മേഖലയുടെയൊക്കെ നേതൃത്വ സ്ഥാനത്തേക്ക് ഉത്രം നക്ഷത്ര ജാതർ വന്നു ചേരും എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ സർക്കാർ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഏതെങ്കിലും തരത്തിൽ സർക്കാർ സംബന്ധമായ കാര്യങ്ങൾ, അത് നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും, അത് നെഗറ്റീവായിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും
അത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായ തരത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സമയമാണ് ഉത്രം നക്ഷത്രക്കാരായിരിക്കുന്ന ആളുകൾക്ക് വൃശ്ചികയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഉയർന്ന പരീക്ഷകൾ ഏതെഴുതിയാലും വിജയിക്കുവാൻ കഴിയും. യുവതീ യുവാക്കൾക്ക് തൊഴിൽപരമായ പരീക്ഷകൾ എഴുതുമ്പോൾ അതിലും വിജയം കണ്ടെത്തുവാനും റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഇടം നേടാനുള്ള ഭാഗ്യവും വൃശ്ചികയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്നു. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന സമയമാണിത്. ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ മികച്ചതാണ്. ബിസിനസ്സിൽ വളരെ വലിയ ലാഭം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും വൃശ്ചികയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്ന അനിഴം നാളുകാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിൻ്റേതായിരിക്കുന്ന വർധനവ് അളവിൽ കവിഞ്ഞ് നിലനിൽക്കുന്നതായിട്ട് കയ്യിലെത്തുന്നതായിട്ട് ഒക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി യാത്ര സാധ്യമാകും. അത് ജോലിക്കായി മാത്രമല്ല, പഠനാവശ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും അത് നടക്കുമെന്നുള്ളതാണ്. ആരോഗ്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചികയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് വലിയ ആശ്വാസമൊക്കെ ലഭിക്കുന്ന സമയമാണ്. ആരോഗ്യപരമായിട്ട് വളരെ നല്ല കാലം തന്നെയാണ് അനിഴം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ 25 ശേഷം ഉണ്ടാകുന്ന സമയം. 112 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ നക്ഷത്രങ്ങൾക്ക് വൃശ്ചികയോഗത്തിൻ്റെ നിറവുണ്ടാകുന്നത്. അതുപോലെ അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, അതായത് തടസ്സങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാൻ വൃശ്ചികയോഗം ഉത്രാടം നക്ഷത്ര ജാതരെ സഹായിക്കുമെന്നുള്ളതാണ്. കടബാധ്യതകൾ, അതായത് സാമ്പത്തികമായിരിക്കുന്ന അച്ചടക്കത്തിലൂടെ കടങ്ങൾ വീട്ടാൻ സാധിക്കും. കടബാധ്യതകളൊക്കെ ഒഴിവാക്കാൻ കഴിയും. അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്ന് ധനസഹായം ലഭിക്കും എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാതിരിക്കുന്നവർക്ക്, അതായത് പ്രായമൊക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആൾക്കാർക്ക് പോലും അനുയോജ്യമായ ആലോചനകൾ വരികയും വിവാഹ പൂർത്തീകരണം നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. മാനസികമായ കരുത്ത് വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യം ലഭിക്കുകയും ചെയ്യും. ഉത്രാടം നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യദായകമായിരിക്കുന്ന സമയമാണ് 2026 ഏപ്രിൽ 25 മുതൽ അങ്ങോട്ട് വരാൻ പോകുന്നത്. ഓരോ നാളുകാരുടെയും ജനന സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1 വർഷമോ 2 വർഷമോ ഈ പറയുന്ന വൃശ്ചികയോഗം നിലനിൽക്കുകയും ചെയ്യും. വൃശ്ചികയോഗം നിലനിൽക്കുന്ന ഈ 4 നക്ഷത്ര ജാതർക്കും വിദ്യാഭ്യാസ കാര്യത്തിൻ്റേതാണെങ്കിലും തൊഴിൽ കാര്യത്തിൻ്റേതാണെങ്കിലും സമ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ കലാ കായിക സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലൊക്കെ വമ്പൻ വിജയമുണ്ടാക്കിയെടുക്കുവാൻ കഴിയുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. വൃദ്ധി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അഭിവൃദ്ധിയാണ്. തീർച്ചയായിട്ടും ഉദ്ദേശിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് നമുക്ക് വിജയിക്കുവാൻ കഴിയും. വൃശ്ചികയോഗം സ്വാധീനിക്കുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ സ്ഥിരതയും വിജയവും ഉണ്ടാകും. പുതിയ സുഹൃത്തുക്കളിലൂടെയും ബന്ധുജനങ്ങളിലൂടെയും വലിയ സഹായങ്ങൾ വന്നു ചേരും. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭവാർത്തകളൊക്കെ കേൾക്കാൻ സാധിക്കും. 4 നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ദൈവികമായിരിക്കുന്ന ദർശനങ്ങളൊക്കെ അനിവാര്യമാണ്. മഹേശ്വര സന്നിധിയിലും മഹാഗണപതി സന്നിധിയിലും ദുർഗാദേവി ക്ഷേത്രത്തിലും കാളീദേവി ക്ഷേത്രത്തിലും അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും യക്ഷി അമ്പലങ്ങളിലും ഒക്കെ തന്നെ ദർശനം നടത്തുകയും തീർച്ചയായിട്ടും തങ്ങളുടെ വിജയത്തിനു വേണ്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനകൾ നടത്തുന്നതുമൊക്കെ ഈ അഭിവൃദ്ധി പൂർണ്ണമായും നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേരാനും ജീവിതത്തിൻ്റെ സന്തോഷകരമായിരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകാനുമൊക്കെ നമ്മളെ സഹായിക്കുന്നതുമായിരിക്കും. തീർച്ചയായിട്ടും ദൈവജ്ഞാനം, ദൈവ പ്രാർത്ഥനകൾ ഒക്കെ നമുക്ക് വേണം. അപ്പോൾ തീർച്ചയായും എല്ലാം കൊണ്ടും ഭാഗ്യദായകമായിരിക്കുന്ന യോഗമാണ് വൃശ്ചികയോഗം. 112 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ യോഗം എത്തിച്ചേരുന്നത്. ഈ 4 നക്ഷത്രക്കാർക്കും
ലോട്ടറി ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ കിട്ടുമെന്ന്, അതായത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന പണം അത് നമ്മളിലേക്ക് വന്നു ചേരുന്നതിനായിട്ടുള്ള ഭാഗ്യമുണ്ട്. ഇതുവരെ കിട്ടാതിരുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അച്ഛനായിട്ടോ അമ്മയായിട്ടോ സാമ്പത്തിക നേട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതിനുള്ള ഭാഗ്യവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. എല്ലാം കൊണ്ടും വലിയ ഭാഗ്യദായകമായിരിക്കുന്ന, സന്തുഷ്ടിദായകമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ഭാഗമാകാൻ ഭാഗ്യമായിരിക്കുന്നു വൃശ്ചികത്തിലൂടെ രോഹിണി നക്ഷത്രത്തിനും ഉത്രം നക്ഷത്രത്തിനും അതുപോലെ തന്നെ അനിഴം ഉത്രാടം നക്ഷത്രങ്ങൾക്കും. അതായത് വൃശ്ചികത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടി പറഞ്ഞുകൊള്ളട്ടെ. മറ്റ് നക്ഷത്രങ്ങൾ ഇതല്ലാതെ വരുന്ന നക്ഷത്രങ്ങളെല്ലാം തന്നെ വൃശ്ചികം അറിഞ്ഞിട്ട് ക്ഷേത്ര ദർശനം നടത്തുകയും വൃശ്ചികത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങൾക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇവരനുഭവിക്കുന്നതിൻ്റെ 1/2 യോഗം പ്രാർത്ഥിക്കുന്നതായ മറ്റ് നക്ഷത്രജാതർക്കും വന്നു ചേരുമെന്നുള്ളതാണ് അവരെ അറിയിക്കാനുള്ളത്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.